ഹലോ ഗെയ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നും ഗെയ്സ്. പക്ഷേ എന്നാലും പണിയെടുക്കാൻ വയ്യ. വലിയ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കത്തില്ല, എന്നാലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങ് പറയാണ്. ഇതത്ര വലിയ ഭാരിച്ച പണിയൊന്നും അല്ല. കുറച്ച് ബ്രെഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിലത്തെ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ഇതേപോലെ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇടാം, പക്ഷേ എൻ്റെ അതില്ലായിരുന്നു. അതിന് പകരം ഞാൻ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മളൊരു പാൻ എടുക്കുന്നുണ്ട്, എന്നിട്ട് അതിനകത്ത് വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ബോൾസ് അതിനകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ കരിച്ചെടുക്കരുത്, കുറച്ച് അത്യാവശ്യം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എടുക്കണം. ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു പോയി ഗൈസ്. എന്ന് വെച്ചാൽ അമ്മാതിരി പുകയായിരുന്നു അടുക്കളയ്ക്കകത്ത് മൊത്തം. അമ്മ എങ്ങനെ കണ്ടായിരുന്നു ഇങ്ങനെ അടിച്ചു പിടിച്ചതിന്. പിന്നെ നമ്മുടെ സിറപ്പ് ഇതേപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്, സിറപ്പ് കുറച്ചധികം വേണമായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ ഫ്രൈ ചെയ്ത ബോൾസ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ഷുഗർ സിറപ്പിൽ വെക്കണം. ഞാൻ എന്ത് സാധനം ഇതേപോലെ ഉണ്ടാക്കിയാലും ഫസ്റ്റ് എൻ്റെ അനിയനും കൊണ്ട് കൊടുക്കാറുണ്ട്. അവൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഞാനും ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി വലിയ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ഓക്കെ ആയിരുന്നു, കഴിക്കാൻ പറ്റും. ചാനൽ എല്ലാവരും ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.